നമ്മൾ ചാപ്റ്റർ 1 നോക്കുകയാണ്. ബേസിക് സയൻസ് ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ, ഒരു കാറ് ഒരു കുട്ടി വാങ്ങാൻ വന്നിരിക്കണം. അപ്പോൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഈ ജപ്പാനിലാണ് ഇതിൻ്റെ എഞ്ചിൻ ഉണ്ടായിരിക്കുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ പല പല ഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വരുത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, പല പല സ്ഥലത്ത് നിന്ന് വന്ന സാധനങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് അസംബിൾ ചെയ്യാൻ പറ്റുന്നത്? പല പല ആൾക്കാരല്ല അത് ഉണ്ടാക്കിയത്, എങ്ങനെയെല്ലാം കൃത്യമായിട്ട് അസംബിൾ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു കാർ ഉണ്ടാവണമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ, ഇപ്പോൾ ഒരു മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, ഇപ്പോൾ ഈ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. എന്താ മെഷറബിൾ ആയ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലൊക്കെയാണ് ഒരു വീട്ടിലുണ്ടാവുക സാധാരണ മാക്സിമം. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ അളന്നെടുക്കാം, 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കാം. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയണത്? മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്ക്, സച്ച് മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവന്മാരെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ആൾ പിറ്റിന്ന് ഇട്ടിട്ട് അതിൻ്റെ പിറ്റിൻ്റെ ഡെപ്ത്ത് നോക്കുന്നുണ്ട്, പിന്നെ മാസ് അളന്ന് നോക്കുന്നുണ്ട്, ഇവിടെ ലെങ്ത്ത്, അതുപോലെ തന്നെ ഒരാൾ ഓടുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നത്, പ്രഷർ നോക്കുന്നുണ്ട്, പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ഒരാളുടെ ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ അളക്കണമെന്ന് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് സിറ്റുവേഷനിൽ എന്താ, പിറ്റിൻ്റെ ലെങ്ത്താണ് അളക്കണത്, എത്ര ആഴുണ്ട് എന്ന് അളക്കണത്. പിന്നെ രണ്ടാം സിറ്റുവേഷനിൽ വെജിറ്റബിൾസിൻ്റെ മാസാണ് അളക്കണത് അല്ലേ. പിന്നെ ടൈലർ മെഷർമെൻറ്റ് എടുക്കണത് എന്താ, ലെങ്ത്താണ് എടുക്കണത്. അതുപോലെ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നുണ്ട്, ബ്ലഡ് പ്രഷർ, നമ്മൾ പ്രഷറാണ് അളക്കണത്. പിന്നെ മെഷറിങ് ബോഡി ഹീറ്റ്, നമ്മളെന്താ ഇവിടെ ടെമ്പറേച്ചറാണ് അളക്കണത്. അപ്പോൾ ഈ രണ്ട് കേസിലും ലെങ്ത്താണ്, ഇവിടെ മാസാണ് അളക്കണത്, ഇവിടെ വേറെ എന്താ ബ്ലഡ് പ്രഷർ, ടൈം അളക്കുന്നുണ്ട്, ടെമ്പറേച്ചറൊക്കെ അളക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇവന്മാരെ മാത്രമാണോ നമ്മൾ സാധാരണ വരണ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവന്മാർ മാത്രമാണോ? ടെമ്പറേച്ചർ അതുപോലെ ടൈം മെഷർ ചെയ്യാറുണ്ട്? അല്ല, നമുക്ക് എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ് മോൾ മെഷർ ചെയ്യാം, അതുപോലെ തന്നെ ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ രണ്ടാൾക്കാരും എന്താണ് മെഷറബിൾ ആയിട്ടുള്ള നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതെന്താ ഉദ്ദേശിക്കുന്നത്? മെഷറബിൾ ആയുള്ള ക്വാണ്ടിറ്റീസിനാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞത്. അതിൽ ഇവന്മാർ ഇപ്പോൾ പറയുന്ന ആൾക്കാർ, അതായത് ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക്കൽ കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ്, ലുമിനസ് ഇൻറ്റൻസിറ്റി, ഇവന്മാരെയൊക്കെ നമ്മൾ എന്താ പറയുക? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താ പറയുക. അതായത് ഇവന്മാരെ എന്തുകൊണ്ടാണ് ഇവന്മാർ എന്താ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയണത്? അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദി ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ടേംസ് ഓഫ് ദി അതർ ക്വാണ്ടിറ്റീസ്. അതായത് ഇവന്മാർ ഇപ്പോൾ ലെങ്ത്ത് അളക്കണമെന്നൊക്കെ എനിക്ക് ഡയറക്റ്റായിട്ട് പോയി ലെങ്ത്ത് അളക്കാം. മാസ് അളക്കണമെങ്കിൽ എത്ര ആണ്, ഇപ്പോൾ ഒരു ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് മാസ് അളക്കാം, ഡയറക്റ്റായിട്ട് അളക്കാൻ പറ്റും. അത് വേറെ ഒന്നിൻ്റെയും ടേംസിലല്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫോഴ്സ് എടുക്കാമെന്ന് വിചാരിക്കും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. ഫോഴ്സ് എന്താ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല, അതൊരു വേറൊരു കാര്യത്തിന് മാസിനും ആക്സിലറേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. അത് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇൻഡിപെൻഡൻ്റ് ആയ ക്വാണ്ടിറ്റീസ്. അതൊന്നിനും ഡിപ്പെൻഡ് ചെയ്യണില്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടൊരു റിലേഷനും അതിനില്ല. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1.1 ആൾക്കാരെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ടേബിളത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വീണ്ടും ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. ഇനി അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ക്ലിയർ ആണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ ലെങ്ത്ത് ഉണ്ട്, അതുപോലെ മാസ് ഉണ്ട്, ടൈം ഉണ്ട്, അത് ഇലക്ട്രിക്കൽ കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ്, ലുമിനസ് ഇൻറ്റൻസിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കുന്ന ആൾക്കാർ. ഫ്രീ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതിനെക്കൊണ്ടാണ് അവരെ നമ്മളെന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇവ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഡെയിലി ലൈഫിൽ. ഇവിടെ നമ്മൾ ഒരു റൂമിൻ്റെ ഡോറ്, അതുപോലെ തന്നെ വിൻഡോ, അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ മെഷർ ചെയ്യണത്? വോളിയാണ്, ടോണിക്കിൻ്റെ ഒക്കെ മെഷർ ചെയ്യണത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്,
ഇവിടെ എന്തൊക്കെ മെഷർ ചെയ്യണം, ഏതൊക്കെ ക്വാണ്ടിറ്റീസാണ് മെഷർ ചെയ്യണത്? ഏരിയ മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയം മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണോ ഈ ഏരിയ വോളിയം എന്നൊക്കെ പറയണത്? അല്ല. എന്തുകൊണ്ടാണ്? ഏരിയ എന്ന് പറയണത് നമ്മളെങ്ങനെ എഴുതിയിരിക്കണത് ഇവിടെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് അല്ലേ? വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ശരിക്കും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെ എന്തായി മാറി? ഏരിയ ആയി മാറി. അപ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ വോളിൻ്റെ കേസിൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോളിലത്തെ ഇതിൽ ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്നുണ്ട്, ഡോറിൻ്റെയും വിൻഡോയുടെയും. അതുപോലെ തന്നെ ഇവിടെ വോളിയം, ഒരു ലിക്വിഡ് ഒരു മെഷറിങ് ജാറിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നുണ്ട്. ടോണിക്ക് നമ്മൾ ഇത്ര മില്ലി ടോണിക്ക് എന്നൊക്കെ അളന്നെടുക്കില്ലേ, അങ്ങനെ വോളിയമാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇവന്മാർ എന്താണ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസാണ്. ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ആൾക്കാരല്ല, ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? വിച്ച് ആർ ദി ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ടു ഫൈൻഡ് ദി ഏരിയ ആൻഡ് വോളിയം? എന്ത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? എന്ത് ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഇവിടെ എന്താണ് വോളിയം കണ്ടുപിടിച്ചത്? ഏരിയയും പിന്നെ എന്തുവാ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്? ഹൈറ്റും വെച്ചിട്ട്. ആൻഡ് ഓൾ ഓഫ് ദം ആർ ദി ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സും ആറുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ലെങ്ത്ത് എന്താണ്? ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസാണ് ഇവിടെ നമ്മൾ ഈ ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് 1.2, അതായത് ഒരു ഇനീഷ്യൽ പോയിന്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫൈനൽ പോയിന്റും ഉണ്ട്. തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിൽ ഇൻഡിച്ച് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. അതുപോലെ തന്നെ ഇവിടെ ഹൈറ്റ് പറയുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഈ എല്ലാ ആൾക്കാരും എന്താണ്? രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ്.